നാം പുതിയ നഗരത്തെക്കുറിച്ച്, പുതുവാന ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതേ പുതിയ നഗരത്തെക്കുറിച്ചുള്ള രൂപകത്തിൻ്റെ അർത്ഥം മാനുഷിക ബുദ്ധിക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് അത് വളരെ പ്രയാസമുള്ളതാണ്. ആ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്ന സ്വർഗീയ അളവുകൾ മാനുഷിക ബുദ്ധിക്ക് മീതെ ഉള്ളതാണ് എന്നും നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നഗരം സമചതുരമാണ്. ഏതാണ്ട് 1200 നാഴിക എന്നാണ് അതിൻ്റെ ആ നഗരത്തിൻ്റെ നീളവും വീതിയും ഉയരവും. അത് സമ അളവുള്ള ഒരു ക്യൂബാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. പഴയ നിയമത്തില് ദൈവം ജനത്തെ സന്ദർശിച്ചിരുന്ന പരിശുദ്ധ സ്ഥലവും സമ്പൂർണ്ണ ക്യൂബായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നഗരം ദൈവത്തിന്റെ തേജസ്സിനാലും വിശുദ്ധിയാലും നിറഞ്ഞിരിക്കുന്നു. ക്യൂബ് 6 സമചതുര വശങ്ങളുള്ള ഘടന വടിവം എന്നാണല്ലോ അതിന്റെ അർത്ഥം. വെളിപ്പാട് പുസ്തകം 21-ൽ അതിന്റെ 12 മുതൽ 14 വരെയുള്ള ഭാഗത്ത് കാണുന്ന 12 ഗോപുരങ്ങൾ ഇസ്രായേലിനെ കുറിക്കുന്നു. 12 അടിസ്ഥാനങ്ങൾ സഭയെ അഥവാ അപ്പോസ്തലന്മാരെ അത് കുറിക്കുന്നതുമാണ്. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഉള്ള ദൈവജനത്തിന്റെ ഐക്യത്തെ അത് കാണിക്കുന്നതാണ്. പട്ടണമതിൽ നഗരത്തിൽ വസിക്കുന്ന ദൈവജനത്തിന്റെ സുരക്ഷിതത്വയും അത് കാണിക്കുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ദൈവ തേജസ്സാണ് അതിന്റെ പ്രകാശം. രാത്രി അവിടെ ഉണ്ടായിരിക്കത്തില്ല. പുതിയ നഗരത്തിൽ മാത്രമാണ് രാത്രി ഇല്ലാതിരിക്കുന്നത് എന്നും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നഗരത്തിന് വെളിയിൽ രാത്രി ഉണ്ടായിരിക്കും. കാരണം ദൈവവചനം പറയുന്നു, രാത്രിയും പകലും ഒരിക്കലും ഇല്ലാതെ ഇരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പല വാക്യങ്ങളിലായിട്ട് അരുളി ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8:22 അത് നമുക്ക് ആദ്യമായിട്ടും കാണാവുന്നതാണ്. ഇപ്രകാരം ആ പുതിയ യെരുശലേമിന്റെ വർണ്ണനകൾ ആ 21-ാം അധ്യായത്തിൽ ആ രത്നങ്ങൾ നിറഞ്ഞ ആ തെരുവീതികൾ എന്ന് വേണ്ട അവിടെയുള്ള ഓരോ വർണ്ണനകള് എത്രയോ ശ്രേഷ്ഠമാണ്. അതൊക്കെ നമുക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങനെ മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എങ്കിലും അതിന്റെ എല്ലാം വർണ്ണനകള് അത് സ്വർഗീയമാണ്. അത് നമുക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പുതിയ യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം മർമ്മമായിരിക്കുകയാണ്. അതേ ദൈവമക്കളുടെ ആ ഭാഗ്യകരമായ ആ വർണ്ണന അഥവാ നാം വസിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ യെരുശലേം എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ഇവിടെ ഒരു സ്വന്തം പാർപ്പിടം നമുക്കില്ല. കയറിക്കിടക്കുവാൻ ഒരു കിടക്കാടം പോലും ഇല്ലാതെ ഞരങ്ങുന്ന അനേക ദൈവമക്കള് പട്ടിണി കിടന്നും അതേപോലെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന്റെ വേല ചെയ്തും ഈ ലോകത്തില് അതേ അന്യരും പരദേശികളുമായി പലരുടെയും ഉപദ്രവങ്ങളേറ്റും പീഡകളേറ്റും ഇന്ന് ദൈവകുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ അനേക കഷ്ടം സഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യത എത്രത്തോളം ശ്രേഷ്ഠകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഏതാനും വർഷങ്ങൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. എന്നാൽ അന്തമില്ലാത്ത ആ നിത്യതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിലെ താൽക്കാലികമായ അവസ്ഥകൾ നമുക്ക് അതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണല്ലോ. അഥവാ നിത്യതയുമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ താൽക്കാലിക ജീവിതം ഈ വിശാലമായ ഭൂപരപ്പില് ഒരു ബിന്ദു എന്നതുപോലെ മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേ പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും നാം ആ നിത്യതയില് എത്തുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങള്
അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ആ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും കാണുന്ന ഭാഗ്യകരമായ മറ്റ് അവസ്ഥകളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാമല്ലോ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല.